അതിനു മാത്രം വലിയ തെറ്റൊന്നും അവള് ചെയ്തിട്ടില്ല. അവള് ചേട്ടന് ശകുനപ്പിഴയാണെ തന്നെ അത് അവളുടെ കുറ്റമാണോ? ഫോണിങ് തരാനാ പറഞ്ഞത്. അമ്മേ താടി അമ്മേ എടി പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? വേണ്ടമ്മേ, ചേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചതാ. കൂടെ ജോലി ചെയ്യുന്ന ആക്ക് ഒരു പരിക്ക് പറ്റിയ അന്വേഷിക്കണ്ടേ, അതിന് വിളിച്ചതാ. വഴക്ക് പറയുന്നത് മോശം അമ്മേ. അവന് പരിക്ക് പറ്റിയത് എങ്ങനെയാടി? അവള് കൂട്ടിക്കൊണ്ടുപോയി കൊലക്ക് കൊടുക്കാൻ നോക്കിയതല്ലേ? അവള് വേണോന്ന് വെച്ച് ചെയ്തതൊന്നും അല്ലല്ലോ അമ്മേ. ചേട്ടനെ ഹെൽപ്പിനെ വിളിച്ചല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നോ? നീ എന്തിനാ അവൾക്ക് വേണ്ടി വാദിക്കുന്നത്? എന്റെ മോന്റെ ഒരു കാര്യം അന്വേഷിക്കേണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞതല്ലേ? അല്പെങ്കിലും മര്യാദ ഉള്ളവളാണെങ്കിൽ അവൾ അവനെ ഫോൺ ചെയ്യുമായിരുന്നോ? ഞാൻ കൊടുത്തത് കുറഞ്ഞുപോയി, അതുകൊണ്ട് അവൾക്ക് ഫോൺ ചെയ്യാൻ ധൈര്യം കിട്ടിയത്. എടി നീ കേൾക്കുന്നുണ്ടോ? ഇനി അവന്റെ ഫോണിലേക്ക് വിളിച്ചാണ്ടല്ലോ, ഇതോടെ അവസാനിപ്പിച്ചോണോ എല്ലാം. ഇനി നീ അവനെ കണ്ടുവെന്നോ സംസാരിച്ചെന്നോ ഞാൻ അറിഞ്ഞ അന്ന് ഞാൻ നിന്റെ ഹോസ്റ്റലിലേക്ക് വന്നത് മറന്നിട്ടില്ലല്ലോ. അതുപോലെ ഞാൻ ഗാർമെന്റ്സിലേക്ക് ഒരു വരവ് വരും. നീ ഇതെങ്ങാനും അവനോട് പറഞ്ഞോണ്ടല്ലോ. ഹലോ മാഡം, ഒന്നിങ്ങ് വരാവോ? അഞ്ച് മിനിറ്റ് സംസാരിക്കാനാ ഞാൻ നിനക്ക് പെർമിഷൻ തന്നത്. 5 മിനിറ്റ്. നീ 5 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു, 10 മിനിറ്റ് അപ്പുറത്തുള്ളവർ സംസാരിക്കുന്നത് കേട്ട് നിൽക്കുകയും ചെയ്തു. മൊത്തം 15 മിനിറ്റ്. നീ ചെയ്തത് ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ ചോദിച്ചെന്ന് മറുപടി പറ. എടി, കരച്ചിലും വീഴ്ചലും ഒന്നും ഇവിടെ വേണ്ട. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പോയി ജോലി ചെയ്യ്. പാർവതി, അല്ല അവളെന്തിനാ കരഞ്ഞോണ്ട് പോയത്? അവള് കരഞ്ഞതിന്റെ കാരണം അന്വേഷിക്കലല്ല എന്റെ ജോലി. മുക്തമാടം അവളെ നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കല്ലേ, അവളോട് തന്നെ പോയി ചോദിക്കും. ആട്ടെ, നീ വന്ന കാര്യം പറ. സ്റ്റോർ റൂമിൽ ആവശ്യത്തിന് മെറ്റീരിയൽസ് ഇല്ല. ഉച്ചയ്ക്ക് മുമ്പ് എത്തിച്ചില്ലെങ്കിൽ ജോലി നിന്ന് പോകും. മെറ്റീരിയൽസ് ഒക്കെ കൃത്യസമയത്ത് എത്തിക്കോളും. നിന്നെ ഏൽപ്പിച്ച ജോലി അതല്ലല്ലോ. നീ നിന്റെ പണി ചെയ്യും. അതെ, ലേബേഴ്സ് എന്നോടാ ചോദിക്കുക. എന്റെ പണി അതല്ലെന്ന് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ. നിക്ക്, പാർവതി എന്തിനാ കരഞ്ഞെന്ന് നീ ചോദിച്ചില്ലേ? എന്തുകൊണ്ടായിരിക്കും? നീ തന്നെ പറ. കഴിഞ്ഞ ദിവസം മുതലേ അവൾ ഇവിടെ നിന്ന് കരയായിരുന്നു. എന്തുകൊണ്ടാന്ന് നീ തന്നെ പറ. പ്രിയന് തലയ്ക്കടി കിട്ടി തല പൊട്ടിയതിന്റെ സങ്കടം. ഈ കമ്പനിയിലെ ഒരുപാട് പെൺപിള്ളേരുണ്ട്. പ്രിയന് അപകടം പറ്റിയതിലെ എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ അവരാരും അവനെ ഓർത്ത് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നടക്കണില്ല. അവള് നിലവിളിച്ചതിന്റെ കാരണം ആലോചിച്ച നിനക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എടാ മരങ്ങോടാ, പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കാമദേവ. അവൾക്ക് അവനോട് പ്രേമം, അവൾക്ക് പ്രിയനോട് പ്രേമൊന്ന്. നിങ്ങളോട് ആരാധന പറഞ്ഞത്? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഞാൻ നിന്നെ പോലെ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഗന്ധർവനൊന്നുമല്ല. പക്ഷേ ഒരു പെണ്ണിന്റെ മനസ്സ് പോകുന്ന വഴി മനസ്സിലാക്കാൻ ഗന്ധർവനാവണമെന്നൊന്നുമില്ല. സാമാന്യ ബുദ്ധി മതി. പ്രിയൻ പാർവതിയുടെ മനസ്സിലേ ഇടം പിടിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ പോയാലേ നിന്റെ ഗന്ധർവൻ കളി അവളുടെ മുമ്പിൽ വിലപ്പോവില്ല. പ്രിയനോട് അവൾക്ക് പ്രേമൊന്നുമില്ല. അവള് കാരണമല്ല അവൻ അടികിട്ടിയത്. അതിന്റെ സങ്കടമാ അവക്ക്. ആ സങ്കടം പ്രേമമായി മാറാൻ അധികം സമയമൊന്നും വേണ്ട. നീ വെറും വേസ്റ്റ് ആണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. നീ വെറും വേസ്റ്റ് അല്ല, കുപ്പത്തൊട്ടി കിടക്കണ വേസ്റ്റ് ആണെന്ന് നീ പ്രൂവ് ചെയ്തോണ്ടിരിക്കുക. സൂക്ഷിച്ച് സംസാരിക്കണം.
നീ എന്നെ വിരട്ടൊന്നും വേണ്ട. കരുണാകരനെ വിരട്ടാനുള്ള മൂപ്പൊന്നും നിനക്കില്ല. നീ വേസ്റ്റ് അല്ലെങ്കിൽ മുക്തമടം പറഞ്ഞ പോലെ നീ മിടുക്കനാണെങ്കിൽ നീ അതൊന്ന് തെളിയിക്കും. ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു പെണ്ണിനെ പാട്ടിലാക്കാൻ സാക്ഷാൽ ഗന്ധർവന് പോലും കഴിയില്ല. വേണ്ട, പാട്ടിലാക്കണ്ട. ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോയവളെ നീ ഒന്ന് ചിരിപ്പിച്ചാ മതി. പറ്റുമോ നിനക്ക്? നീ അവളെ ചിരിപ്പിച്ച ഞാനും സമ്മതിക്കാം. നീ വേസ്റ്റ് അല്ല, മിടുക്കനാണെന്ന്. സാറിന് അവള് ചിരിക്കുന്നത് കാണണമല്ലേ? പാർവതി ചിരിക്കുന്നത് സാറിന് ഞാൻ കാണിച്ചു തരാം. വലിയ ഡയലോഗ് അടിക്കാതെ നീ അവളെ പോയി ചിരിപ്പിക്കും. എന്നിട്ട് അതെനിക്ക് കാണിച്ചു തരാം. പാർവതി ചിരിക്കുന്നത് സാറിന് ഞാൻ കാണിച്ചു തരാം. ചിരിപ്പിക്കാൻ പോയവൻ കരഞ്ഞോണ്ട് വരാതിരുന്നാ മതി. പാറു, നീ എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? അറിയില്ല. ടിഫിൻ ബോക്സ് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ അറിയാനാ? തുറന്ന് കഴിക്കു പാറു. പാറു, നീ ഇങ്ങനെ തിന്നേം കുടിക്കാതൊക്കെ ഇരുന്ന എങ്ങനാ? പ്രിയം വിശ്രമം കഴിഞ്ഞ് ജോലിക്ക് വരുമ്പോഴേക്കും നീ ആശുപത്രിയിലാകും. ഇങ്ങനെ കരങ്ങിരിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? കഴിക്കാനാ പറഞ്ഞത്. ഞാൻ വാരി തരട്ടെ? ദാ കഴിക്കു പാറു. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ജയന്തി ചേച്ചി. നിനക്ക് പ്രിയനോട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോ കരുനാഗത്തിന്റെ കൈയും കാലും പിടിച്ച് നിനക്ക് ഫോൺ ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങി തന്നു. കരുനാഗം പറഞ്ഞ 5 മിനിറ്റ് അല്ല, അതിൽ കൂടുതൽ സമയം നീ പ്രിയനോട് സംസാരിച്ചു. എന്നിട്ടും നീ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതിരിക്കുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഫോണിൽ സംസാരിച്ചത് പ്രിയൻ ചേട്ടനല്ല, പിന്നെ പ്രിയൻ ചേട്ടന്റെ അമ്മയാ. ആശുപത്രിയിൽ വെച്ച് പറഞ്ഞതിന്റെ ബാക്കി അവര് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടാവും. അമ്മ പറഞ്ഞാൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നീ സങ്കടപ്പെടുന്നതില് അർത്ഥമുണ്ട്. അവരവർക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അതിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. അനുഭവിച്ചവർക്ക് അതിന്റെ സങ്കടം മനസ്സിലാവും. ഇവളെ ഒന്ന് ചിരിപ്പിച്ചിട്ട് വേണം കരുണാകരന്റെ മുഖത്ത് നോക്കി 4 ഡയലോഗ് അടിക്കാൻ. നോക്കാം. ജയന്തി, കരയുന്നവരോട് കരയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കരഞ്ഞിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ച് കുറെ ഉപദേശങ്ങൾ വിളമ്പുന്നതിലും അർത്ഥമില്ല. വിശക്കുന്നവന്റെ മുമ്പിൽ ചോറ് എന്ന് എഴുതി വെച്ചിട്ട് കാര്യം